ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 47 റിവ്യൂ ആണ്. എപ്പിസോഡ് ലൈവ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഡൗട്ടുള്ള ഒരു കാര്യം, നിങ്ങളിൽ പല ആളുകൾക്കും ഡൗട്ടുള്ള ഒരു കാര്യം, അതിൻ്റെ ഉത്തരം പറയുകയാണ്. കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ചൊരു സുഹൃത്ത് ചോദിക്കുകയും ചെയ്തു, എങ്ങനെയാണ് ഈ ലൈവ് ഇത്ര സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ലൈവ് റെക്കോർഡ് ചെയ്യുകയാണ്. ഇത് വിൻഡോസിൻ്റെ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആപ്പിളിൻ്റെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ OS ഉള്ള ഏത് കമ്പ്യൂട്ടറിലും നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഹോട്ട്സ്റ്റാർ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തൊന്നും വിടരുത്, വലിയ വിഷയവും. അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് സമയം പോലെ ഇരുന്ന് കാണുകയാണ്. അതാകുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടിയിരുന്ന് കാണാം. അതേപോലെ തന്നെ വെറും ലൂസ് സ്റ്റോക്കുകൾ നമുക്ക് ഓടിച്ചു വിടാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫുൾ ഡേ ലൈവ് നിമിഷ സമയങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റും. മുഴുവൻ ഇരുന്ന് കാണുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്, എസ്പെഷ്യലി സീസൺ 6ൻ്റെ കാര്യത്തിൽ. അത്രയധികം ബോറിംഗ് ആണ് പേഴ്സണലി എനിക്ക്. ഞാൻ അത്രയധികം വലിയ ഫാനൊന്നുമല്ല ഈ ഒരു ഷോയുടെ എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നാലും നമുക്ക് ഈ ഗെയിം, അവരുടെ പ്ലാനിങ്, അതിലൊക്കെയാണ് ഇൻട്രസ്റ്റ്. അതിനിടയ്ക്കുള്ള ലൂസ് സ്റ്റോക്കിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ലൈവും കണ്ടത്. ഇന്നത്തെ ലൈവ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, നല്ല ബോറിംഗ് ആണ്. അധികം ആൾക്കാർക്കൊന്നും ഇത് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പ്രതീക്ഷ തന്നെ ഇല്ല ഇന്ന കണ്ടൻറ്റ് വരും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ പ്രൊമോ ഇടയ്ക്ക് ഇങ്ങനെ അടിച്ച് വിടുന്നതുകൊണ്ടും പ്രൊമോയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ലൈവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് ചുമ്മാ ഓരോ പ്ലാനിങ്ങും പരിപാടിയായിട്ട് ആളുകൾ നടക്കുകയാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ സമയമെടുത്തത് മറ്റേ ജബ്രി കോംബോയുടെ കോൺവെർസേഷന് വേണ്ടിയാണ്. അവരതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ആദ്യഘട്ടം കുറച്ച് ജെന്യൂനായിട്ടൊക്കെ പോയി, നൈസായിട്ടൊക്കെ മുന്നോട്ടേക്ക് പോയി, അവർ ആസ്വദിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്ന സമയത്ത് നെഗറ്റീവാണെന്നൊക്കെ അറിഞ്ഞ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആശയക്കുഴപ്പങ്ങൾ, കാര്യങ്ങൾ, ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ ഒരു ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെയാണ്. അപ്പോൾ ആരാണ് ഇതിൻ്റെ ബ്ലെയിം എടുക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ്. അതിലേക്ക് നമുക്ക് പോകണ്ട, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സംഭവമില്ല. അതിനുശേഷമാണ് പവർ റൂം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ചലഞ്ചിൻ്റെ അവസാന ഘട്ടം എത്തുന്നത്. അപ്പം ആ ഒരു ചലഞ്ച് ഇത്തിരി പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറി. ഗെയിമിനെ സമീപിച്ച രീതി മൊത്തത്തിൽ അലമ്പാണ്. പക്ഷെ അത് അങ്ങനെ ഒരു ഗെയിമാണ്, അങ്ങനെ തന്നെയാണ് എല്ലാ തവണയും നടക്കുന്നത്. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഉന്നം മറന്ന് തെന്നിപ്പറന്ന് നടക്കുന്ന ആൾക്കാരെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഇന്നത്തെ ഉണർത്ത് പാട്ട് ഇട്ടത്. പല ആൾക്കാരും ഇങ്ങനെ തെന്നിത്തെറിച്ച് അതിൽ നടപ്പുണ്ട്. ചിലരൊക്കെ എന്നോട് ചോദിക്കും, എല്ലാ ദിവസവും റിവ്യൂവിൽ പല ആൾക്കാരെ കുറിച്ചിട്ടും പറയാറില്ലല്ലോ എന്നുള്ളത്. എന്ത് പറയാനാണ്? ഇപ്പം ഇന്ന് നന്ദന അനാവശ്യമായിട്ടാണ് ഒരു ഗെയിമിനെ ചൊല്ലി ചുമ്മാ ഒരു കാര്യത്തെ കയറി വള്ളി പിടിച്ചത്. നന്ദന ഈ പറയുന്ന ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനായിട്ട് നന്ദന എന്ത് ഗെയിമാണ് കളിക്കുന്നത്? കാര്യം ആളുകൾക്ക് വെറുപ്പീരാണെന്നുണ്ടെങ്കിലും ഈ ജാസ്മിൻ, ഗബ്രി, ജിൻഡോ അതേപോലെയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. നന്ദനയൊക്കെ ചുമ്മാ ഈ കമൻട്രി പറയുന്നതല്ലേ. പിന്നെ സായിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സായിക്ക് ശരിക്കും പറഞ്ഞാൽ ഹൗസിനേക്കാളും കൂടുതൽ ചേരുക മറ്റേ കൺഫെഷൻ റൂമിൽ ഒരു കസേരയാണ്. അതാകുമ്പോഴത്തേന് ആളുകൾക്ക് അവിടെ ചെന്നിട്ട് സായിയോട് ചോദിക്കാമല്ലോ എന്താണ് ഈ ഗെയിമിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. സായിയുടെ ഒരു റിവ്യൂ സായി അവിടെ വെച്ചിട്ട് പറയും. സായി അവിടെ ഇരുന്നിട്ട് റിവ്യൂ പറയുന്ന പരിപാടി തന്നെയാണ്. സായി എന്താണോ കാറിൽ ഇരുന്നിട്ട് നമുക്കൊരു എപ്പിസോഡ് കണ്ടതിന് ശേഷം പറഞ്ഞു തരുന്നത്, അത് തന്നെ മറ്റു പല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. എൻ്റെ ടോക്സിക് പിള്ളേരൊക്കെ പിണങ്ങും എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം വന്ന ആ ഒരു സംഭവമല്ല ഇവിടെ കളിക്കുന്നതെന്നുള്ള അദ്ദേഹത്തിന് അറിയാം. ഇപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് നൈസായിട്ട് ഒരു മൂഡിൽ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അഭിഷേക് ജയദീപിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ശ്രീകുമാറിന് ഗെയിമില്ല, ജാൻമണി പോയി, പിന്നെ എന്ത് സംസാരിക്കാനാണ് തൻ്റെ കമ്മ്യൂണിറ്റി കാര്യങ്ങൾ അതൊക്കെ വിട്ടു. അതിപ്പം വീട്ടിലൊന്ന് പറയുക എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അത് സിമ്പിളായിട്ട് നടന്നു. പിന്നെ ആരാണ് നമ്മൾ ഇന്നും പറയാൻ മറന്നു പോകുന്ന ആൾ? മറ്റേ അർജുൻ പഴയ പോലെയൊക്കെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ശ്രീതു ക്യാപ്റ്റൻ ആയതുകൊണ്ട് നൈസായിട്ട് ഈ ദിവസങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ക്യാപ്റ്റൻസ് ഗംഭീരമാക്കാൻ വേണ്ടി ശ്രീതുവിന് സഹായകമായത് വയ്യാത്ത കുറച്ചധികം ആളുകളും പുറത്തേക്ക് പോയ ആളുകളൊക്കെയാണ്. പുറത്തേക്ക് പോയ കാര്യം പറയുന്ന സമയത്ത് സിബിൻ്റെയും പൂജയുടെയും ഒരു പുറത്തു പോക്ക് നമുക്കൊരു വിഷമുണ്ടാക്കുന്ന തരത്തിലേക്കാണ്. പിന്നെ പോയി രക്ഷപ്പെടട്ടെ, അവർക്ക് എന്തോ ലക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ പോയി രക്ഷപ്പെടട്ടെ, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും, ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇതിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ്, ശാശ്വതമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കിയ ആളുകളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് അങ്ങനെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ അവർ പോട്ടെ. ഇത്ര ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ റിവ്യൂവിൽ ഒരിടത്തും ഞാൻ പരാമർശിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഹോട്ട്സ്റ്റാർ ഫാൻ കോൺടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ശ്രീരേഖ ഇന്ന് കണ്ടസ്റ്റൻറ്റിൽ ഒരാളുടെ ക്യാരക്ടർ പിടിച്ച് അഭിനയിച്ചിറക്കണം. ശ്രീരേഖയ്ക്ക് പറ്റിയ പരിപാടിയാണ്. ശ്രീരേഖ നന്നായിട്ട് തന്നെ ചെയ്തു. റസ്മിൻ്റെ ക്യാരക്ടറാണ് ശ്രീരേഖ പിടിച്ചത്. ശരിക്കും അതിനകത്തൊരു ഗെയിം നല്ല രീതിയിൽ ഇവർ കളിച്ചു. ആ ഒരു ഗെയിം കളിച്ചത് വർക്കുമായി.
റസ്വിൻ്റെ ഒന്ന് ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോയി. പിന്നെ റസ്വിൻ ആദ്യമായിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് മനസ്സൊന്ന് തുറന്നു. റസ്വിൻ എല്ലാ ആൾക്കാരും കേൾക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നാൽ റസ്വിനെ കേൾക്കാൻ ആളുകളില്ല എന്നൊക്കെ ബിഗ് ബോസിനോട് റസ്മിൻ പറയുകയുണ്ടായി. അപ്പം ബിഗ് ബോസ് റസ്മിന് കൊടുത്ത ഒരു ഉപദേശമുണ്ട്, അതെനിക്ക് നൈസായിട്ട് തോന്നി. റസ്മിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, അത് വിലയിരുത്താൻ വേണ്ടി വേറൊരാൾക്കും അവസരം കൊടുക്കേണ്ടതില്ല. പിന്നെ കറക്റ്റ് ഡയറക്റ്റ് ഒരു ഹിൻഡ് കൊടുക്കുകയുണ്ടായി, സൗഹൃദങ്ങളിൽ ഒരു അതിർവരമ്പുകൾ വയ്ക്കുക. അത് കറക്റ്റാണ്. അതിപ്പോൾ റസ്മിന് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ കേൾക്കുന്ന സമയത്ത് കുറച്ചൊരു തിരിച്ചറിവുണ്ടാവും. പിന്നെ എനിക്ക് പേഴ്സണലി പുള്ളിക്കാരിക്കെതിരെയുള്ള ഹെയ്റ്റിനോടൊന്നും യോജിപ്പില്ല. ഒന്നും ചെയ്യുന്നില്ല, ഗെയിമൊന്നുമില്ല എന്നുള്ളത് ന്യായമാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളാണ്. അപ്പം ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനല്ലേ, വിട്ടുകളാ. റസ്മിനെ ശ്രീരേഖ അഭിനയിച്ച് ബലിപ്പിക്കുന്ന സമയത്ത് ഗബ്രിയുടെ അടുത്ത് പോയി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ശരണ്യ റസ്മിൻ എന്ന രീതിയിലുള്ള ശ്രീരേഖയോട് പറയുന്നുണ്ട് എപ്പോഴും അവരുടെ അടുത്തേക്ക് പോകുന്നത് ഇഷ്ടമല്ല എന്നുള്ളത്. പിന്നെ ജിൻഡോയെ ചൊറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് റസ്മിന് നല്ല രീതിയിലൊന്ന് ഫീൽ ചെയ്തത്. ഋഷി, സായി, അഭിഷേക് എന്നിവർ അവരുടെ ഒരു സ്ഥിരം കോർണറുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിരം കോർണറിലിരുന്നിട്ട് ഈ സിബിനും പൂജയൊക്കെ പോയതിൻ്റെ കാര്യത്തിൽ വ്യസനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന അവർക്ക് പറ്റുന്നില്ല, ഇങ്ങനെ പോകുന്ന ആർക്കും പറ്റുന്നില്ല. ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു രസമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് പിന്നെ ആരോഗ്യ കാരണങ്ങളല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഒരാളെ പുറത്തേക്ക് വിടാനായിട്ടുള്ള അവസരം എല്ലാ ആളുകൾക്കുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടോ നടക്കുന്നില്ല. ഇപ്പം എന്തോ ഓട്ടോമാറ്റിക് എവിക്ഷനാണ് നടക്കുന്നത്. ഈ എങ്ങനെയൊക്കെയോ ആരെങ്കിലുമൊക്കെ നോമിനേഷനിലേക്ക് വരുന്നു, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും കൂടെ വരുന്നു. ഈ ആഴ്ച ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വോട്ട് കുറവുള്ള ഒരാൾ സ്പ്ലിറ്റ് ആവുന്ന വഴിക്കോ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകുന്നു. 50 ദിവസം ആവുന്നതിൻ്റെ സെലിബ്രേഷനെ കുറിച്ചിട്ടൊക്കെ ബിഗ് ബോസ് ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. 47ാമത്തെ ദിവസം 6ാമത്തെ ദിവസം കണ്ടാണല്ലോ ഇന്ന്. ഇത്ര ദിവസങ്ങളായി അതിൻ്റെ സെലിബ്രേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. ശരിയാണ്, 50 ദിവസം ആകുമ്പോഴത്തേന് വലിയ സെലിബ്രേഷൻ വേണം. പക്ഷേ കണ്ടസ്റ്റൻസ് കൂടുതൽ റിലാക്സ്ഡ് ആവുകയാണ് ഹൗസിൽ കാണാൻ പറ്റുന്നത്. ആർക്കും അങ്ങനെ വീട്ടിൽ പോകണമെന്നൊന്നുമില്ല. ആദ്യം വന്നപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പോകണമെന്നൊക്കെ ആയിരുന്നു. ഇപ്പം വലിയ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ചലഞ്ച് 3 ഡേഞ്ചർ സോൺ വരികയാണ്. ഡേഞ്ചർ സോണിൽ നമ്മുടെ ഡെൻ ടീമും അതേപോലെ തന്നെ പവർ ടീമുമാണ് ഏറ്റുമുട്ടേണ്ടത്. ജാസ്മിൻ, അൻസിബ, ജിൻഡോ, അപ്പോൾ അവരാണ് നമ്മുടെ പവർ ടീമുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ജാസ്മിന് വലിയ പ്ലാനൊക്കെ ഉണ്ട്. ജിൻഡോയും അതേപോലെ തന്നെ അൻസിബയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജിൻഡോയ്ക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്, പക്ഷേ ജിൻഡോയുടെ ഗെയിം ഒന്നും താങ്ങില്ല അവിടെ. അപ്പം ജാസ്മിൻ ഈ ഒരു ഗെയിം പ്ലാനൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ജാസ്മിൻ്റെ ഗെയിം ഭയങ്കര ബോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാൻ പറ്റാത്ത ഒരു തരം സമീപനമാണ്. 2 വെള്ളത്തേലും കാലിട്ട് നിൽക്കുന്നു എന്ന് നന്ദന പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. ഈ ജിൻഡോ ഗബ്രി തമ്മിലുള്ള ഒരു ഇഷ്യൂ വന്ന സമയത്തൊക്കെ അത് കറക്റ്റായിട്ട് വെളിവായി. വീണ്ടും സായി രംഗപ്രവേശം ചെയ്യുകയാണ്. ഇന്ന് കുറച്ച് സ്പേസ് കിട്ടിയാണ് തന്നെ കളിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ റൗണ്ടിൽ തന്നെ ഋഷി ഔട്ടാവുന്നുണ്ട്. അപ്പോൾ ഋഷി ഔട്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ പിടിച്ച് നിർത്തുകയാണ്, പിടിച്ച് കിടത്തുകയൊക്കെയാണ് ഒട്ടിക്കുന്നത്. അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, പിടിച്ചു നിർത്തുന്നതിന് കുഴപ്പമില്ല. അതൊരു അറ്റാക്കായിട്ട് മാറാതിരുന്നാൽ മതി. അപ്പോൾ അവിടെ ഈ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ഒരു രീതിയിലേക്കുള്ള സാധനം ഇറക്കാൻ വേണ്ടി ഗബ്രി പലതവണ ശ്രമിക്കുന്നുണ്ട്. ഗബ്രി മറ്റേ സീസണുകളിലെ സ്ഥിരം നമ്മൾ കാണുന്ന ചെറിയന്മാരെ പോലെയാണ്. ഒരടി കിട്ടിയാലും ഒരുത്തനെ പുറത്താക്കാൻ വേണ്ടി ആദ്യം തന്നെ ഫിസിക്കൽ അസോൾട്ട് ആരോപിക്കാം, അത് കുഴപ്പമില്ല എന്നുള്ള ഒരു തരക്കാരനാണ്. ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സിജോയൊക്കെ പോലെ തന്നെ റെസ്റ്റ് എടുക്കേണ്ടി വരില്ല. ഇത് ഗബ്രി എന്താണ് ചിന്തിക്കാത്തതെന്നുള്ളത് എനിക്കറിയില്ല. ഇവർക്കൊന്നും വേറെ ഗെയിം പ്ലാൻ ഇല്ല. ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നൊരു സാധനം അത് മറ്റേ CID രാംദാസ് ഇന്ന് വന്ന് പറയുകയും ചെയ്തു, പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സാധനം പലപ്പോഴും ഗബ്രി ഇങ്ങനെ എടുത്തിടുന്ന കണ്ടിട്ട് എനിക്ക് ഗബ്രിക്ക് അല്ലാതെ തന്നെ കളിക്കാനായിട്ടുള്ള കാലിബറുണ്ട്. ഇത് ചുമ്മാ എടുത്തിടുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വെറുക്കുന്നു. അതും പറഞ്ഞിട്ടാണ് ഗബ്രി അസാൾട്ട് പോലുള്ളൊരു സാധനം അങ്ങോട്ട് ചെയ്യുന്നത്. ഏതായാലും ഋഷി ഔട്ടാവുന്ന സമയത്തിന് ഋഷി ആൻഡ് ഗബ്രി വലിയ വിഷയമാക്കുന്നുണ്ട്. ഫിസിക്കൽ അസോൾട്ടാണ്, അടുത്ത തവണ ഞങ്ങളും ഇങ്ങനെ തന്നെയാണ് കളിക്കുന്നത്, ആരും അവിടെ ന്യായം പറയാൻ വേണ്ടി വന്നേക്കരുത്. അപ്പോൾ അതിനിടയ്ക്ക് ചില പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ജാസ്മിൻ ജിൻഡോയോടൊക്കെ പറയുന്നുണ്ട് ഒട്ടിച്ചിട്ടങ്ങ് വിട്ടേക്കണം. അപ്പം നമ്മുടെ ഗബ്രി ശരണിക്ക് കൊടുക്കുന്ന ഉപദേശം വേറെയാണ്, ഒന്നും നോക്കണ്ട തള്ളി അങ്ങ് ഇട്ടേക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് കളി ആരംഭിക്കുകയാണ്, അടുത്ത റൗണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ട് ആരംഭിക്കുന്ന സമയത്ത് ശരണിയാണ് ജിൻഡോ ടാർഗറ്റ് ചെയ്യുന്നത്. ജിൻഡോ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരാൾ ടാർഗറ്റ് ചെയ്യുന്നു. അതിൻ്റെ മുന്നിൽ വന്ന് ഗബ്രി ഇങ്ങനെ നിൽക്കുകയാണ്, തടസ്സമായിട്ട് നിൽക്കുകയാണ്. അത് ഗബ്രിയുടെ ഗെയിം. ഇപ്പോൾ ഗബ്രിയുടെ ഗെയിമെല്ലാം ഓക്കെ. അത് കഴിഞ്ഞിട്ട് ജിൻഡോ ഇങ്ങനെ വീണ്ടും ഈ സാധനം ആരുടെയെങ്കിലും പുറത്ത് ഒട്ടിക്കണ്ടേ, അത് കളിയല്ലേ. അപ്പോൾ ഈ കോയിൻ ഒട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴത്തേന് കളി ഒട്ടിക്കുമെന്ന് തോന്നിയ സമയത്ത് ജിൻഡോയെ കയറി ഗബ്രി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് കൈ പുറകിലേക്ക് മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്, വ്യക്തമായിട്ട് എപ്പിസോഡിൽ കണ്ടതാണ്. ജിൻഡോയെ പിടിച്ച സമയത്ത് എന്ത് കാണിച്ചു, ജിൻഡോ പുറത്ത് ഒട്ടിച്ചു.
പുറത്തൊട്ടിച്ച സമയത്ത് ഗബ്രി മുഖത്ത് പിടിച്ച് രണ്ടുപേരും കൂടെ അവിടെ മറിഞ്ഞടിച്ച് വീണു. നല്ല വീഴ്ചയായിരുന്നു, പുറമടിച്ചാണ് വീണത്. ആ ഒരു സംഭവം ഗബ്രിയുടെ കയ്യിലെ കുഴപ്പമാണ്. ഇനിയിപ്പോൾ ശരണ്യയുടെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഋഷി ഗംഭീരമായിട്ടുള്ള ഷോ ഇറക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയട്ടെ ചെറുക്കൻ എന്ന് വിചാരിച്ചിട്ട് ആരും വീണ്ടതൊന്നുമില്ല, ഭയങ്കര ഷോ. അപ്പം ഇതിനിടയ്ക്ക് ജാസ്മിൻ ന്യായം പറയാൻ വേണ്ടി വരുന്നുണ്ട്. എന്തിന് ബാക്കി എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത ന്യായമാണ് ഇവിടെ വന്നിട്ട് ജാസ്മിൻ പറയുന്നത്. അയ്യോ ഇനിയിപ്പം ജിൻഡോ ഗബ്രിയോട് എന്ത് വിചാരിക്കും, ബാക്കിയുള്ള ആൾക്കാർ ഗബ്രിയോട് എന്ത് വിചാരിക്കും, അവിടെ പോകണം, തൻ്റെ ടീമായി പോയി ജിൻഡോ ഇവിടെ വരണം, എന്തൊരു കഷ്ടപ്പാടാണ്, എന്തൊരു കഷ്ടപ്പാട്. എന്നിട്ട് ജാസ്മിൻ അവിടെ ചെന്നിട്ട് ജിൻഡോ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള തരത്തിൽ വർത്തമാനം. ഈ ഗബ്രി ആണെന്നുണ്ടെങ്കിൽ ജാസ്മിനെ ഒരുമാതിരി പട്ടിയെ പോലെയാണ് ഡീൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്, അവന് വലിയൊരു കലിപ്പൻ റോളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഷൗട്ട് ചെയ്യലും നീ എൻ്റെ അടുത്ത് വന്നിട്ട് കാണിച്ച റെഡി എന്നൊക്കെ പറയുന്ന ഒരു സാധനം. എന്തിനാണ് ഇങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കാനായിട്ട് നിൽക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യഘട്ടങ്ങളിലൊക്കെ കുഴപ്പമൊന്നുമില്ല, അത് മനുഷ്യന്മാരാണ്. പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വർക്കാവത്തില്ല എന്നറിയുന്ന സമയത്തുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒരാൾക്ക് ഒരു ഗെയിം, ഒരാൾക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയുള്ള ഒരു പ്ലാന്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള ബോറ് പരിപാടിയാണ്. അപ്പോൾ അത് വിട്ടേക്കുക, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഏതായാലും അടി മൂത്തതുകൊണ്ട് ഈ ഒരു റൗണ്ട് ക്യാൻസലാക്കി. അത് കഴിഞ്ഞിട്ട് കൈ കൊടുത്ത് ഷെയ്ക്കാൻ്റെ കൈ കൊടുത്തിട്ട് അടുത്ത റൗണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ നൈസായിട്ട് തന്നെ ഗബ്രി കളിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും, ജാസ്മിനൊക്കെ നല്ല രസമായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ആ ഒരു റൗണ്ടിൽ നല്ലതായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് മറ്റേ ചെങ്ങായി ഫിസിക്കൽ സോൾട്ട് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ജിൻഡോ ഇത് പ്രാന്താണ് കാണിച്ചതെന്നുള്ളത് എനിക്കറിയത്തില്ല. ജിൻഡോ ഒരു പ്രോപ്പർട്ടിക്ക് ഇടയ്ക്ക് ശരണ്യെ പിടിച്ച് വലിച്ചിട്ട് ഒട്ടിച്ച്, അപ്പോഴത്തേന് ഇത് ഒട്ടിക്കുന്ന സമയത്ത് അവിടെ എല്ലാ ആൾക്കാരും വന്ന് പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ജിൻഡോ വിടുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഓവറായിപ്പോയി. അവിടെ കുറച്ച് വകതിരിവ് കാണിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വകതിരിവ് കാണിക്കാത്തതുകൊണ്ടും അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ആക്റ്റായിരുന്നു. വല്ലതൊക്കെ പുറമൊക്കെ അടിച്ച് പുറത്തൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് അവസ്ഥയായിരിക്കും? ഇത് കണ്ടിട്ട് നമുക്ക് നമ്മളോട് പുച്ഛം തോന്നി. ഇതൊക്കെയാണല്ലോ നമ്മളിരുന്ന് കാണുന്നതെന്ന് ആലോചിച്ചിട്ട് അത് ഇത്തിരി ക്രൂരമായിരുന്നു. കാരണം അതിൻ്റെ പുറകിലൊരു എന്തോ ഒരു ഷെൽഫ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. മറ്റേത് പുറമടിച്ച് മറ്റേ നിലത്ത് ആ ടർഫ് മെറ്റീരിയൽ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് വീഴുന്ന പോലെ അല്ലല്ലോ അകത്ത്. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു വകതിരിവില്ലായ്മ കാണിച്ചതുകൊണ്ട് ടോട്ടൽ സീൻ ജിൻഡോയ്ക്കെതിരായി. ഗബ്രി ടോട്ടൽ സീനിനെ ജിൻഡോയിലേക്ക് തിരിച്ചു വിട്ടു. അപ്പം ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാരുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഇതാണ്. ഏതായാലും ആ ഒരു റൗണ്ടിൽ ജിൻഡോ ഔട്ടായി. ശരണ്യ ആൻഡ് ഗബ്രിയൊക്കെ ഉൾപ്പെടുന്ന പവർ ടീം വീണ്ടും അധികാരത്തിൽ തുടരുകയാണ്. രക്ഷപ്പെട്ടു. ഈ നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള കളിയാണ് കളിക്കുന്നത്. കളിച്ചോട്ടെ, ശരണ്യക്കൊക്കെ അത്രയെങ്കിലും എഫേർട്ട് എടുത്തത് കളിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. ബാക്കിയുള്ള ആൾക്കാർ മറ്റേ ഇങ്ങനെ തരപ്പര നടക്കുകയാണ്. ഏതായാലും ഈ ആഴ്ച എത്ര പേര് എവിക്റ്റ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ 1, 2, 3 ആൾക്കാരെയൊക്കെ എവിക്റ്റ് ആക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയധികം ആൾക്കാർ നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. അത് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. 47-ാമത്തെ ദിവസം 50-ാമത്തെ ദിവസമൊക്കെ ആവുമല്ലോ ഇപ്പം വീക്കെൻഡ് എപ്പിസോഡ് ആവുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.